BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉള്ള പൊതു ശ്മശാനത്തിൽ നിന്നും 20 സെൻറ്റ് സ്ഥലം നായർ സമുദായാംഗങ്ങളുടെ ശവശരീരം ദഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം മാറ്റി കൊടുത്തിരിക്കുന്നു. അവിടെ NSSൻ്റെ ഭാഗത്തുനിന്നും മതിലും കെട്ടി. BJPക്ക് ഇതിൽ പരം ഒരു നാണക്കേട് വരാനുണ്ടോ? ഹിന്ദു സമാജത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ സുസ്ഥിരത, അഖണ്ഡത ഇതൊക്കെ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് BJP. അവിടെ നായർ സമുദായത്തിന് പ്രാമുഖ്യമുള്ള, മുൻതൂക്കമുള്ള ഒരു ഏരിയ എന്നുള്ള നിലയ്ക്ക് ആയിട്ട് ഇങ്ങനെ സ്ഥലം പതിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. മാത്രവുമല്ല, മറ്റൊരു സന്ദേശം കൂടി ഇതിലടങ്ങിയിരിക്കുന്നു. BJPയിൽ ഭൂരിപക്ഷവും നായർ സമുദായാംഗങ്ങളാണ്, നേതൃത്വത്തിലും അംഗസംഖ്യയിലുമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള BJP അധികാരത്തിൽ വന്നാൽ കേരളത്തെയും ഇതുപോലെ നായർ ജില്ല, ഈഴവ ജില്ല, പട്ടികജാതി ജില്ല, ക്രിസ്ത്യൻ ജില്ല, മുസ്ലിം ജില്ല ആൾറെഡി ഉണ്ട്. ഇങ്ങനെയൊക്കെ തിരിച്ചായിരിക്കുമോ BJP അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ ഭരണം എന്നുപോലും സംശയിക്കത്തക്കൊരു ഗതികേടിലേക്ക് പാലക്കാട്ട് മുനിസിപ്പൽ അംഗങ്ങൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുനിസിപ്പൽ അംഗങ്ങൾ ഈ തരത്തിലൊരു നെറുകേട് കാണിച്ചിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ഈ അംഗങ്ങളെ മുഴുവനും ഇത്തരത്തിൽ നായർ സമുദായത്തിന് വേണ്ടി മാത്രം ശ്മശാനം പതിച്ചു കൊടുക്കുന്ന തീരുമാനം എടുത്ത് അത് നടപ്പിലാക്കിയ BJP അംഗങ്ങളെ അടിയന്തരമായി തന്നെ BJPയിൽ നിന്നും പറഞ്ഞുവിടണം, പിരിച്ചുവിടണം. അവർ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്നോട്ടെ, പക്ഷേ BJPയുടെ ലെവലിൽ ഇനി അവരവിടെ ഇരിക്കാൻ പാടില്ല. ഈ നായർ സമുദായത്തിൻ്റെ ഈ തരത്തിലുള്ള പ്രവൃത്തി ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. പാലക്കാട് ജില്ലയിൽ തന്നെ ചക്കിലിയൻ എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്. ആ സമുദായ അംഗങ്ങളുടെ ശവശരീരം പൊതു ശ്മശാനത്ത് സംസ്കരിക്കുന്നതിനെ എതിർത്തുകൊണ്ട് 2023 NSS രംഗത്ത് വന്നിരുന്നു. അതിനെതിരെ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ വിവേചനം അങ്ങേയറ്റം തെറ്റാണെന്ന് പറഞ്ഞ് വിധിന്യായം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇത് മാത്രവുമല്ല, എറണാകുളത്തെ വാടയംപടി എന്ന സ്ഥലത്ത് ഈ പട്ടികവർഗത്തിൽപ്പെട്ട അംഗങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരാതിരിക്കുന്നതിലേക്ക് വേണ്ടി അവരുടെ ഏരിയയും ക്ഷേത്രവും തിരിച്ചും വൻ മതിൽ കെട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ ഈ നായർ സമുദായം ഈ കാലഘട്ടത്തിൽ ഈ തരത്തിൽ പെരുമാറുന്നത് അങ്ങേയറ്റം ജുഗുപ്സാപരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴിതാ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ മറ്റൊരു BJP നേതാവ് വേടനെ വളരെ വികൃതമായി ചിത്രീകരിക്കുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഏതായാലും BJP നേതൃത്വം ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കാര്യം BJP വളരെ കാര്യക്ഷമമായി എടുക്കേണ്ട ഒരു കാര്യം, ഒന്നാമത് BJP നായന്മാരുടെ പാർട്ടിയാണെന്നൊരു പേരുദോഷമുണ്ട്. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി വരുമ്പോൾ അതങ്ങ് ഉറയ്ക്കും. അതോടുകൂടി ഇതര സമുദായങ്ങളുടെ ഭാഗത്തുനിന്നും BJPക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്ന സപ്പോർട്ട് ഇല്ലാതെ ആവുകയും BJP കേരളത്തിൽ ഒന്നുമല്ലാതാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം BJP നേതൃത്വം വളരെ ഗൗരവമായി ഇതെടുക്കേണ്ടതാണ്.